കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം ജില്ലയിലാകെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ കഴിഞ്ഞ തവണത്തേതിനേക്കാളും കുറച്ചുകൂടി മുന്നോട്ട് വരും എന്നാണ് ഞങ്ങളുടെ പോളിന് ശേഷം ഉള്ള വിലയിരുത്തൽ. വിശദമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ള വ്യത്യാസം BJPയുടെ ഒരു വൻ തകർച്ചയാണ് ഞങ്ങൾ കാണുന്നത്. അവർക്ക് അവരുടെ നിലവിലുള്ള സ്വാധീനമുണ്ടല്ലോ 34 എന്നത് തന്നെ നിലനിർത്താൻ ആവില്ല BJPക്ക്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ പരാജയപ്പെടും. ഞാൻ എണ്ണി പറയാം. BJPയുടെ ഒരു 15ഓളം സീറ്റുകളിൽ അവർ പരാജയപ്പെടും. 15ഓളം സീറ്റുകൾ BJPയുടെ നേതൃത്വം എന്ന നിലയിലോ അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥികൾ എന്ന നിലയിലോ മത്സരിക്കുന്ന കൊടുങ്ങാനൂരും ശാസ്തമംഗലവും ഒക്കെ തകർന്നു വീഴാൻ പോവുകയാണ്. അവർ തന്നെ പറയുന്നുണ്ട്. അതേപോലെ നേമം നിയോജക മണ്ഡലത്തിലെ തിരുമല മുതലുള്ള കുറേ പ്രദേശങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ BJPയുടെ തന്നെ കണക്കിൽ 24 ഡിവിഷൻ വാർഡുകളുള്ള നേമം നിയോജക മണ്ഡലത്തിൽ അവർ പകുതിക്ക് താഴെയാവും. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. തിരഞ്ഞെടുപ്പിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ BJPയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഒരു പ്രഖ്യാപനം നടത്തി. തിരഞ്ഞെടുപ്പിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രഖ്യാപനം എന്തായിരുന്നു? എല്ലാവരും അതിശയിച്ചു. ഞാൻ നേമം അസംബ്ലിയിൽ മത്സരിക്കും. ആരും ചോദിച്ചില്ല. അസംബ്ലി ഇലക്ഷൻ വന്നിട്ടില്ല, ഒന്നുമില്ല. നേമം അസംബ്ലിയിൽ മത്സരിക്കും. അത് വെറുതെ പറഞ്ഞതിന് കാര്യമല്ല. അത് ഞാൻ മനസ്സിലാക്കിയത്, നേമം അസംബ്ലി BJPക്ക് വാർഡുകളിൽ ഭൂരിപക്ഷവും BJPക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ജയിച്ചിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം വാർഡുകളിലും, നേമത്തെ ഭൂരിപക്ഷം അസംബ്ലി വാർഡുകളിലും രാജീവ് ചന്ദ്രശേഖരനാണ്. അവിടെയാണ് അവർക്ക് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നൊരു സ്ഥലം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നേമത്ത് ഞാൻ മത്സരിക്കും, BJPയുടെ വാർഡ് സ്ഥാനാർത്ഥിയല്ല, നേമത്ത് ഞാൻ മത്സരിക്കുമെന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ആണ് മത്സരിക്കുന്നതെന്ന് കണ്ടാൽ ചില മാറ്റങ്ങൾ വരുമില്ലേ, അസംബ്ലി വരാൻ പോകുമല്ലേ. അതുകൊണ്ട് നേമത്ത് താൻ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം തന്നെ പരാജയത്തിൻ്റെ ഭാഗമായിട്ടാണ്. നേമത്ത് ഉൾപ്പെടെ പരാജയപ്പെടും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നേമത്ത് താൻ മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. നേമത്ത് ഭൂരിപക്ഷം സീറ്റുകളിലും വാർഡുകളിലും BJP തോൽക്കാൻ പോവുകയാണ്. ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കലായിട്ട് നോക്കിയാൽ അല്പം നേട്ടമുണ്ടാക്കാൻ പോകുന്ന UDF ആണ്. UDF താഴേറ്റം എത്തിയെങ്കിലും അവർ കുറച്ചുകൂടി മെച്ചപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടാകും. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസ് പിടിച്ചാൽ കുറേ സീറ്റ് ജയിക്കും. കഴിഞ്ഞ പിടിച്ചില്ല, ഇത്തവണ അതിനു വേണ്ടി ശ്രമിച്ചു. തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ ആലോചനകൾ, ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ആലോചനകൾ പലതും നടന്നിട്ടുണ്ട്. BJPക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് ആദ്യം പറഞ്ഞു. അത് കിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ ഒറ്റക്കക്ഷി എന്ന നിലയിൽ കൂടുതൽ, LDFനേക്കാൾ കൂടുതൽ 40 മേൽ സീറ്റ് വേണം. അതിനുവേണ്ടി അവരൊരു പദ്ധതി രാഷ്ട്രീയമായിട്ടല്ല തിരഞ്ഞെടുപ്പിൽ ആസൂത്രണം ചെയ്തത്. LDFും UDFും തമ്മിൽ മത്സരിക്കുന്ന BJP 3-ാം സ്ഥാനത്തുള്ള 24 വാർഡുകളുണ്ട്. BJP 3-ാം സ്ഥാനത്താണ്. അങ്ങനെയുള്ള 24 വാർഡുകളിൽ LDFന് തോൽപ്പിക്കാൻ BJPയുടെ വോട്ട് UDFന് കൊടുക്കുക, അവരാവശ്യപ്പെടാതെ തന്നെ കൊടുക്കുക, മറിച്ചും ചെയ്യാം. അങ്ങനെ ഉള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് LDF വെച്ചാൽ CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ സീറ്റ് നമ്പർ കുറയ്ക്കുക, 50-ന് താഴെയാക്കി അവർക്ക് മുകളിൽ വരാൻ ആ ശ്രമവും പരാജയപ്പെട്ടു. ഇതൊക്കെ തൊട്ടു മുമ്പ് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ നീക്കങ്ങളാണ്. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നല്ലൊരു വിജയം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കോർപ്പറേഷൻ നിലവിൽ വന്ന ഈ രൂപത്തിൽ ഉള്ളൊരു സംവിധാനമായത് 95-ലാണ്. അതിനു മുമ്പ് ഒരു വർഷത്തെ മേയർ 95ഓട് കൂടിയാണ് 5 വർഷം മേയർഷിപ്പ് വരുന്നത്. അതിലാദ്യം വിജയിച്ചു വരുന്നതാണ് ശിവൻകുട്ടി. അദ്ദേഹം ആണിന്ന് മന്ത്രിയായിരിക്കുന്ന B. ശിവൻകുട്ടി. പിന്നീട് വിജയിച്ച അന്ന് വലിയ ഭൂരിപക്ഷമില്ല. പിന്നീട്
മേയറായി വന്ന സി ജയൻ ബാബു, അദ്ദേഹം മേയറായപ്പോഴാണ് ഏറ്റവും കൂടുതൽ സീറ്റ് 80-ലധികം സീറ്റ് നമ്മൾ നേടിയത്. അതേപോലെ ഉള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.